പരിപ്പ് സദ്യയുടെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് പരിപ്പ്. ഇപ്പോൾ പരിപ്പുണ്ടാക്കി കാണിക്കാം. ഇതൊരു അരക്കപ്പ് പരിപ്പുണ്ട്. പയറുപരിപ്പ് തൊലിയില്ലാത്തത്. ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ്, അരക്കപ്പ് പരിപ്പ്. ഇത് ഈ നെയ്യിൽ കുറച്ച് നന്നായിട്ട് വറക്കണം. വല്ലാതെ ചുമന്ന് പോകണ്ട, ചെറുതായിട്ട് ചുമക്കുന്നവരെ വറുത്തിട്ടുണ്ട്. ചെറുതായിട്ട്, കുറേ മൂക്കണ്ട. ഇതിനകത്തോട്ടൊരു ഒന്നര കപ്പ് വെള്ളം. ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് തീ കുറച്ചിട്ട്, ഫ്ലെയിം കുറച്ചിട്ട് ഒരു 1-2 മിനിറ്റും കൂടെ വെച്ചാൽ മതി. അറ്റത്തേക്ക് വെന്ത് അപ്പോൾ പ്രഷർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഒരു കഷ്ടിച്ചൊരു അരക്കപ്പിൽ കുറച്ച് മതി തേങ്ങ, ഒരു വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരയ്ക്കണം. മിക്സിയിൽ നല്ല ഫൈനായിട്ട് അരച്ച് വയ്ക്കണം. അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചാൽ മതി. പിന്നെ ഇപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞു. എന്നിട്ടിപ്പോൾ ഫ്ലെയിം കുറച്ചു, ഇതിൻ്റെ ഹീറ്റ് കുറച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ. ഇതിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അപ്പം പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് വെന്തിരിക്കുക. ഇതിലോട്ട് കുറച്ച് ഉപ്പ് നീരാണ് കേട്ടോ. ഉപ്പ് നീര്, പിന്നെ നേരത്തെ അരച്ച് വെച്ച തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കഴുകി. മിക്സി കഴുകി എടുത്ത വെള്ളവും കൂടെ. ഫ്ലെയിം ഇപ്പോൾ കൂട്ടാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തിളച്ചാൽ മതി. എന്നിട്ട് ഓഫ് ചെയ്ത്. ഇത് നന്നായിട്ട് ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇത്രയും മതി, വെട്ടി തിളയ്ക്കണ്ട. ചെറുതായിട്ട് സൈഡൊക്കെ ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും നല്ല ചൂടായാൽ മതി. നന്നായിട്ട് ചൂടായി. ഇതിൽ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മുകളിലൊഴിച്ച് ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എന്നിട്ട് ഇത് അടച്ച് വെച്ച് പരിപ്പ് ഏറ്റവും എളുപ്പം വയ്ക്കാവുന്നത്. കുറച്ച് ഇനി വിളമ്പാൻ നേരത്തെടുത്താൽ മതി. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ചോറിലൊഴിക്കത്തക്കവണ്ണം കുറച്ച് കട്ടിയായിട്ടിരിക്കണം. തീരെ കട്ടിയല്ല, ഇരുന്ന് കുറച്ചുകൂടെ കുറവ്.
ഇത് ശരിക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷേ ഇത് മലയാളികളെ മാത്രം ഉദ്ദേശിച്ചല്ല അതുകൊണ്ട് കാണിക്കുന്നത്. ശരി.